ഞാൻ 5-ാമത്തെ പ്രാവശ്യമാണ് ഗൾഫ് നാടുകളിൽ വരുന്നത്. അപ്പോൾ ചിലർക്കൊക്കെ ഒരു സംശയം തോന്നുന്നു, ഇയാൾ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണേ, ഇയാൾക്ക് ഇയാളുടെ വീട്ടിലിരുന്നാൽ പോരെയെന്ന്. പോരാ. മോഹൻലാലിൻ്റെ കമലദളം എന്ന് പറയുന്ന സിനിമ, ആ സിനിമയ്ക്കകത്ത് അയാൾ ഡാൻസ് ചെയ്യുന്നു, അതുപോലെ പല സിനിമകളിലും അയാൾ ഡാൻസ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഞാനും ഒന്ന് നൃത്തം അഭ്യസിച്ചാലോ എന്ന്. എൻ്റെ നട്ടെല്ലുളുക്കി. അപ്പം ഞാനൊരു നേർച്ച നേർന്നു. അത് വേറെ ഒന്നുമല്ല, ഈ ഭൂമിയിൽ ഇവിടെ വന്നൊന്ന് തൊഴുതു പോവാന്ന്. അങ്ങനെ ഒരു നേർച്ചയ്ക്കും കൂടി വേണ്ടിയായിട്ട് ഞാനിവിടെ വന്നത്. പിന്നെ ഈ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ നാട് വിട്ടു വരുമ്പോൾ എന്നെ കൂടെ കൊണ്ടുപോരും. ഇവർക്ക് മലയാളം അല്ലാതെ വേറൊരു അക്ഷരം ഇവർക്ക് പറയാനറിയില്ല. മമ്മൂട്ടി വന്നപ്പോഴും എന്നെ കൊണ്ടുവന്നു. കാരണം കൊള്ളാവുന്നൊരു വിദ്യാഭ്യാസമുള്ള ഒരാളെ കൊണ്ടു നടക്കല്ലേ നല്ലത്. അപ്പം അതുപോലെ മോഹൻലാലും അയാൾക്ക് നാഷണൽ അവാർഡ് കിട്ടി. നെടുമുടി വേണുവിന് ഏറ്റവും നല്ല സഹനടൻ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ ആ അവാർഡ് കിട്ടി. ഇങ്ങനെയുള്ള അവാർഡുകളൊക്കെ കിട്ടുമ്പോൾ കൊള്ളാവുന്ന ഒരുത്തനെ കൂടെ കൊണ്ടുപോകണം. അപ്പം പിന്നെ ഞാനല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? മറ്റൊരു കാര്യം, ഇവർക്ക് ഇന്ത്യ വിട്ടാൽ ഒരു ഭാഷയും ദൈവം സഹായിച്ചറിയില്ല. ഫ്ലൈറ്റിൽ തന്നെ എയർ ഹോസ്റ്റസ് ചായ വേണോ എന്ന് ചോദിച്ചപ്പോൾ ഇവർ രണ്ടുപേരും പാസ്പോർട്ട് എടുത്ത് കൈ കൊടുത്തു അവരുടെ. നമ്മുടെ നാടിൻ്റെ പേര് കളയാൻ ഇവരൊക്കെ ഇങ്ങനെ ഇറങ്ങിത്തിരിച്ചപ്പോൾ ഞാൻ ഇവരുടെ കൂടെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ മോഹൻലാൽ, അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടി. സത്യത്തിൽ എനിക്ക് കിട്ടേണ്ടതായിരുന്നു. എന്തോ തിരിമറി നടന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഊഹം. ഇത് തന്നെയാണ് വേണുവിൻ്റെ കാര്യത്തിലും. പിന്നെ ഈ കമലദളം, അതിൽ അദ്ദേഹം ഡാൻസ് ചെയ്തു. എനിക്ക് ഡാൻസ് ചെയ്യാൻ എനിക്കെന്താ വേറെ പണിയൊന്നുമില്ലേ? അപ്പം ഞാനതൊന്നും സാധാരണ ചെയ്യാറില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭരതം എന്ന് പറഞ്ഞ പടത്തിനാണ് കിട്ടിയത്. ഭരതത്തിൽ ഇയാൾ എന്താ കാണിച്ചതെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്താ 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 പറഞ്ഞിരുന്നത്? ഭരതത്തിൽ അദ്ദേഹം നന്നായിട്ട് അഭിനയിച്ചു. കമലദളത്തിൽ അതിനേക്കാളും നന്നായിട്ട് അഭിനയിച്ചു. അയാൾ മലയാള സിനിമയിൽ എന്നല്ല, ഇന്ത്യൻ സിനിമയിൽ ഒരു ചുക്കുമല്ല എന്നുള്ള കാര്യം നമുക്ക് പറയാവുന്ന കാര്യമാണ്. ഇയാളുടെ ശരിക്കുള്ള കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് വരുമ്പോൾ നിങ്ങളോട് പറയാം. രണ്ടാമതൊരാൾ നെടുമുടി വേണു. ഇയാൾക്ക് സൗന്ദര്യം എന്ന് പറയാൻ കാര്യമായിട്ടില്ല, പൊക്കം കുറവ്. അഭിനയിക്കുന്ന കഥാപാത്രങ്ങളൊക്കെ ഈ തന്തവേഷങ്ങളാണ്. മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങോട്ടത്തിൽ അങ്ങണ്ട് ഇയാളെ എന്തോ ചെയ്തു എന്നും പറഞ്ഞിട്ട് അന്ന് വലിയ ബഹളമായിരുന്നു. ഇപ്പം എനിക്ക് മനസ്സിലാവണില്ല ഇയാൾ എന്ത് അഭിനയമാണ് ഇവിടെ കാണിക്കുന്നതെന്ന് ഒരു പക്ഷെ നിങ്ങൾക്ക് തോന്നാം. പക്ഷെ സത്യത്തിൽ അങ്ങനെയല്ല. ഇത്രയും നന്നായി അഭിനയിക്കുന്ന ഒരു മനുഷ്യൻ ഇന്ത്യയിലുണ്ടോ എന്ന് വരെ എനിക്ക് സംശയമാണ്. പറഞ്ഞതൊക്കെ അകത്തുനിന്ന് കേട്ടു. നല്ല 4 വാചകം വിടവത് പറയാം എന്നുള്ള ഉറപ്പിലാണ് താങ്കളെ കൂടി ഇങ്ങോട്ട് കെട്ടിയെടുത്തത് അല്ലേ? അതും താങ്കൾ ഒരുപാട് പ്രാവശ്യം നിർബന്ധിച്ചിട്ടാണ്. നല്ല വാക്ക് പറഞ്ഞൂടെ നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്നതിനെ പറ്റി? ഇദ്ദേഹം വളരെ നല്ലതാണ്. ഇതിലും മുമ്പ് പോയ ആളും വളരെ നല്ലതാണ്. ഞാൻ വളരെ ചീത്തയാണ്. സത്യം നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് നോക്കി അറിയാവുന്ന കാര്യമാണ്. എന്തായാലും നിങ്ങളെയൊക്കെ ഒന്ന് കാണുവാൻ സാധിച്ചു. ഇവരെ പറ്റി ഞാൻ പറഞ്ഞതൊരു നേരം പോക്കിന് വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. ഇവർ കാര്യമാക്കി എടുക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി 2 എണ്ണം കൂടി എൻ്റെ പണി കഴിക്കും. അപ്പം അതുകൊണ്ട് വീണ്ടും അടുത്ത കൊല്ലം
ഇതേ മാസത്തിൽ എൻ്റെ നേർച്ച പുതുക്കുന്നതിന് ഞാൻ വരും. കാണാം. നന്ദി, നന്ദി, നന്ദി.